Dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ബോണസ് ഷെയർസ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്, circumstances under which bonus shares are issued. When a company has large reserves and profits and it wants to capitalize it by issuing bonus shares. Second, when the liquid cash resources of the company is not adequate. Third, when the higher rate of dividend is not available for the distribution of the reserves and profit. Fourth, when the value of fixed assets are more than the capital of the company. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ബോണസ് ഷെയർസ് സാധാരണ കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഒരു കമ്പനിക്ക് ഒരുപാട് റിസർവ്സും സർപ്ലസും പ്രോഫിറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ആ കമ്പനി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ റിസർവ്സ് സർപ്ലസും ഒക്കെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കും. ഒരുപാട് പ്രോഫിറ്റ്, സർപ്ലസും റിസർവ്സും ഒക്കെയുള്ള കമ്പനികൾക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, എംപ്ലോയീസ് ഒരുപാട് സാലറിക്ക് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഗവൺമെൻറ് ഒരുപാട് ടാക്സിന് വേണ്ടി ഡിമാൻഡ് ചെയ്യും. അതുകൊണ്ട് ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള റിസർവ്സ് കരുതി വെക്കാൻ കമ്പനികൾ താല്പര്യപ്പെടില്ല. ആ റിസർവ്സ് ക്യാപിറ്റലൈസ് ചെയ്യാൻ കമ്പനികൾ ശ്രമിക്കും. അങ്ങനെ റിസർവ്സ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യും. സെക്കൻഡ് പോയിന്റ്, കമ്പനിയുടെ ലിക്വിഡ് ക്യാഷ് റിസർവ് ആഡിക്വേറ്റ് അല്ലെങ്കിൽ അവിടെ ലിക്വിഡ് ക്യാഷ് റിസർവ് ഇല്ലെങ്കിൽ കമ്പനി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ്, ഇപ്പോൾ ഉള്ള ഷെയർസിന് കൊടുക്കുന്ന ഡിവിഡൻഡ് റേറ്റ് ഹൈ ആയതുകൊണ്ട് കുറച്ചുകൂടി ഷെയർസിൻ്റെ വോളിയം കൂട്ടിക്കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ഷെയർസ് കുറച്ചുകൂടി ഹൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിവിഡൻഡ് റേറ്റ് കുറക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ക്യാപിറ്റലിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. Next, advantages of bonus issue. As there is no payment of cash, the liquidity position of the company is not affected. Second, capitalization of reserves increase the credit worthiness of the company. Third, the capital as per the books will be more realistic. Fourth, the rate of dividend can be kept at a reasonable level. Shareholders get additional shares without making any payment. Last, shareholders can get dividend on the increased capital in future years. എന്തൊക്കെയായിരിക്കും ബോണസ് ഷെയർസിൻ്റെ അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂവിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിലുള്ള റിസർവ്സ് ആൻഡ് സർപ്ലസിനെ നമ്മൾ ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്ക് ലിക്വിഡ് ക്യാഷ് ഒരിക്കലും എക്സ്പെൻസായി വരുന്നില്ല. നെക്സ്റ്റ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പനിയുടെ ക്രെഡിറ്റ് വെർത്തിനെസ്സിനെ ഇൻക്രീസ് ചെയ്യുന്നു. കമ്പനിയുടെ സ്വീകാര്യത കൂട്ടുന്ന ഒരു പ്രവർത്തനമാണിത്. നെക്സ്റ്റ്, നമ്മുടെ ക്യാപിറ്റലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂ ആയി മാറുന്നു. റിയലിസ്റ്റിക് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഉള്ള റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്ന് ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയുടെ വാല്യൂ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുന്നു. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എമൗണ്ട് ആയിട്ട് ക്യാപിറ്റൽ മാറുന്നു. നെക്സ്റ്റ് പോയിന്റ്, പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. പ്രോഫിറ്റ് ഹൈ ആയിട്ടുണ്ടാകുമ്പോൾ ഡിവിഡൻഡ് കൂട്ടി കൊടുത്ത് ഡിവിഡൻഡിൻ്റെ റേറ്റ് ഹൈ ആവും. ഡിവിഡൻഡ് റേറ്റ് ഹൈ ആവുമ്പോൾ നമുക്ക് ഒരു റീസണബിൾ റേറ്റിൽ പിടിച്ചു നിർത്താൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ വോളിയം ഓഫ് ഷെയർസ് കൂടിക്കഴിഞ്ഞാൽ, അതായത് നമ്പർ ഓഫ് ഷെയർസ് കൂടുമ്പോൾ ഡിവിഡൻഡിൻ്റെ റേഷ്യോ കുറച്ചൊക്കെ പിടിച്ചു നിർത്താൻ, കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. നെക്സ്റ്റ്, ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഷെയർ കിട്ടുന്നു. അതേപോലെ തന്നെ ആറാമത്തെ പോയിന്റ്, ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഡിവിഡൻഡ് കിട്ടുന്നു. നെക്സ്റ്റ് ടോപ്പിക്, റൈറ്റ് ഇഷ്യൂ. Right shares are the shares offered to the existing shareholders of a company when it makes a additional issue of shares. Right shares are the shares issued to the existing shareholders in a proportionate ratio for a decreased price. According to Section 62 of the Companies Act 2013, requires that when a public company makes an additional issue of shares, these new shares must be offered to the existing shareholders in proportion to the paid-up value of shares held by them. This right of shares is called a preemptive right or privileged subscription. റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബോണസ് ഷെയർസ് പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് പോലെ തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ ബോണസ് ഷെയർസിൽ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങാറില്ലായിരുന്നു. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഇവിടെ പേയ്മെൻറ്റ് വാങ്ങും. അതായത് മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറച്ചുകൂടി കുറവായിട്ടുള്ളൊരു പേയ്മെൻറ്റ് കൺസിഡറേഷൻ വാങ്ങിക്കൊണ്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെയാണ് നമ്മൾ എന്താ പറയുക? റൈറ്റ് ഷെയർസ് എന്ന് പറയുക. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരുന്നു. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ ഫ്രീ ആയിട്ട്
ആയിട്ട് കൊടുക്കുന്ന ഷെയർസ് ആയിരുന്നു ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. റൈറ്റ് ഷെയർസ് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. പക്ഷേ അവർക്ക് കുറച്ചുകൂടി റേറ്റ് കൊടുക്കേണ്ടി വരും, അവർ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു പബ്ലിക് കമ്പനി ഒരു പബ്ലിക് ഇഷ്യൂവിനെ പറ്റി ചിന്തിക്കുമ്പോൾ, പുതിയൊരു ഇഷ്യൂവിനെ പറ്റി ചിന്തിക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊപ്പോർഷനേറ്റ് റേഷ്യോയിൽ അവരുടെ ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷനേറ്റ് റേഷ്യോയിൽ അവർക്ക് ഷെയർ ഓഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ റൈറ്റിനെയാണ് പ്രീ എംപ്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. ബോണസ് ഷെയർസിന് നമ്മൾ പേ ചെയ്യേണ്ട, പക്ഷേ ഇവിടെ പേ ചെയ്യണം. മിക്കവാറും മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറച്ചുകൂടി താണ റേറ്റിലായിരിക്കും പേ ചെയ്യേണ്ടി വരിക. റൈറ്റ് ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റിനെയാണ് പ്രീ എംപ്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള നമ്മുടെ പ്രിവിലേജ് ആണ് പ്രിവിലേജ്ഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു റൈറ്റ് ഇഷ്യൂ. ഫസ്റ്റ്, റൈറ്റ് ഇഷ്യൂ ആർ ഓഫേഴ്സ് മെയ്ഡ് ബൈ ദി കമ്പനി ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ദി ഓഫർ ഷാൾ ബി മെയ്ഡ് ബൈ നോട്ടീസ് which shall be dispatched through registered post or speed post or through electronic mode to all the existing shareholders at least 3 days before the opening of the issue. The shareholders may accept or reject the offer made by the company. Second, the offered document shall state the proportion in which right shares are offered and the number of shares to which each shareholder is entitled to. Third, the shareholder should be given notice specifying the number of shares offered and the time within which acceptance should be given. The time given for acceptance shall not be less than 15 days from the date of the offer and not more than 30 days. Fourth point, the shareholders have the right to renounce the whole or part of the right shares in favor of a third party. Fifth point, the board may dispose of the right shares not subscribed by the shareholders in the manner that is most beneficial to the company. എന്തൊക്കെയായിരിക്കും റൈറ്റ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇഷ്യൂ തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഈ ഓഫർ ലെറ്റർ ഒന്നുകിൽ ഇലക്ട്രോണിക് മോഡിൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യണം. ഷെയർ ഹോൾഡേഴ്സിന് അത് ആക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊപ്പോർഷനേറ്റ് റേഷ്യോയിൽ ഷെയർ ഓഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിനൈ ചെയ്യാം. നമ്മുടെ കയ്യിൽ വാങ്ങാൻ പൈസ ഇല്ല ഈ സമയത്ത്, കമ്പനി ഓഫർ ചെയ്യുന്ന സമയത്ത് നമുക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിനൈ ചെയ്യാം, ഒഴിവാക്കാം, റിജക്റ്റ് ചെയ്യാം. സെക്കൻഡ് പോയിന്റ്, ആ ഓഫറിൽ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന പ്രൊപ്പോർഷൻ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. ആ പ്രൊപ്പോർഷനിൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് വരുന്ന നമ്പർ ഓഫ് ഷെയർസ് എത്രയാണെന്ന് കൂടി അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഓഫർ തുടങ്ങിയിട്ട് 15 ദിവസത്തിനുള്ളിൽ റൈറ്റ് ഷെയർസ് വാങ്ങിയാൽ മതി. അത് മാക്സിമം 30 ദിവസം വരെ പോവാം. റൈറ്റ് ഇഷ്യൂ ഓഫർ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 15 ദിവസം തൊട്ട് 30 ദിവസം വരെ ആവാം. നാലാമത്തെ പോയിന്റ്, നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആണ്, നമുക്ക് റൈറ്റ് ഇഷ്യൂ ഓഫർ ചെയ്തു, നമുക്ക് വാങ്ങാൻ താല്പര്യമില്ല. ആ ഓഫർ നമുക്ക് വേറൊരാൾക്ക് വിൽക്കാം, വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, റിനൗൺസ് ചെയ്യാം. കമ്പനി നമുക്ക് ഓഫർ തന്നു, നമ്മളത് വാങ്ങിയില്ല അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തില്ല, റിജക്റ്റ് ചെയ്തില്ല, സൈലൻ്റ് ആയിരുന്നു. ആ ഡേറ്റ് പീരീഡ് കഴിഞ്ഞാൽ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഏറ്റവും ലാഭം കിട്ടുന്ന രീതിയിൽ അത് വിൽക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റൈറ്റ് ഇഷ്യൂ ആൻഡ് പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂയും റൈറ്റ് ഇഷ്യൂയും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, റൈറ്റ് ഇഷ്യൂ ഈസ് മെയ്ഡ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വൈൽ പബ്ലിക് ഇഷ്യൂ ഈസ് മെയ്ഡ് ടു ദി പബ്ലിക്. സെക്കൻഡ് പോയിന്റ്, the chance of oversubscription is low in right issue while in public issue there is chance of oversubscription. Third point, the cost of issue is low in right issue but in public issue the cost is high. Fourth point, the issue price of right share is less than the prevailing market price but the price of a public issue is usually equal to or near market price. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, പബ്ലിക് ഇഷ്യൂ പബ്ലിക്കിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. റൈറ്റ് ഇഷ്യൂ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, പബ്ലിക് ഇഷ്യൂവിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ ചാൻസ് ഉണ്ട്, റൈറ്റ് ഇഷ്യൂവിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ ചാൻസ് ഇല്ല അല്ലെങ്കിൽ കുറവാണ്. തേർഡ് പോയിന്റ്, പബ്ലിക് ഇഷ്യൂവിൻ്റെ കേസിലെ കോസ്റ്റ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, കോസ്റ്റ് ഓഫ് ഇഷ്യൂ ലോ ആണ് റൈറ്റ് ഇഷ്യൂവിൽ. ഫോർത്ത് പോയിന്റ്, പബ്ലിക് ഇഷ്യൂവിൽ മാർക്കറ്റ് വാല്യൂവിന് തുല്യമായിട്ടുള്ള വാല്യൂവിനെ ആയിരിക്കും പബ്ലിക് ഇഷ്യൂ നടത്തുക. റൈറ്റ് ഇഷ്യൂ ആണെങ്കിൽ മിക്കവാറും മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറവുള്ള റേറ്റിനാണ് റൈറ്റ് ഇഷ്യൂ നടത്തുക.
നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഷെയർസ്. എന്തൊക്കെയായിരിക്കും ബോണസ് ഷെയർസ് റൈറ്റ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ്? ഫസ്റ്റ് പോയിന്റ്, ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് free of cost, while right shares are issued to existing shareholders on making a payment. Second point, bonus shares are always fully paid up, but in right shares can be fully paid or partly paid. Third, the question of acceptance of bonus shares by shareholders does not arise as it is issued free of cost, but an existing shareholder is under no obligation to accept the right shares offer. He has the option to reject and may renounce the right shares partly or totally in favor of some other person. Fourth point, issue of bonus shares is regulated by Section 63 of the Companies Act 2013 and SEBI guidelines, whereas issue of right shares is regulated by Section 62 of the Companies Act. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ബോണസ് ഇഷ്യൂ നടത്തുന്നത് പൈസ ഒന്നും വാങ്ങാതെയാണ്, പക്ഷേ റൈറ്റ് ഇഷ്യൂ പേയ്മെൻറ്റ് നടത്തിയിട്ടേ വാങ്ങാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ബോണസ് ഷെയർസ് എല്ലായ്പ്പോഴും ഫുള്ളി പെയ്ഡ് ആയിരിക്കണം. റൈറ്റ് ഇഷ്യൂ മിക്കവാറും പാർട്ട്ലി പെയ്ഡ് ആയിരിക്കും. തേർഡ് പോയിന്റ്, ബോണസ് ഷെയർസ് ആക്സെപ്റ്റ് ചെയ്യാത്തവർ ആരും ഉണ്ടാവില്ല, കാരണം പൈസ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ടാണ് അത് തരുന്നത്. അത് നമുക്ക് നാളെ മാർക്കറ്റ് വാല്യൂവിൽ വിൽക്കാം. ആക്സെപ്റ്റൻസിൻ്റെ ഒരു പ്രോബ്ലം ബോണസ് ഷെയർസിൻ്റെ കേസിലില്ല. പക്ഷേ റൈറ്റ് ഇഷ്യൂവിൽ ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഫോർത്ത് പോയിന്റ്, കമ്പനീസ് ആക്ട് 63, സെബി ഗൈഡ്ലൈൻസ് എന്നിവ അനുസരിച്ചായിരിക്കണം ബോണസ് ഇഷ്യൂ റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത്. സെബി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. റൈറ്റ് ഇഷ്യൂ കമ്പനീസ് ആക്ട് 62 ഫോളോ ചെയ്താൽ മതി, സെബിൻ്റെ ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യണമെന്നില്ല. Fifth point, issue of bonus shares does not increase the working capital of the company, whereas issue of right shares increase the working capital of the company. Sixth point, there is no requirement of minimum subscription in case of bonus shares, but in the issue of right shares there is the requirement of minimum subscription. Next point, bonus shares cannot be renounced by the shareholders, but the right can be transferred or renounced by a shareholder for a price to another person. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ബോണസ് ഇഷ്യൂ ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യില്ല. എന്താ കാരണം? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്താൽ ക്യാഷ് കിട്ടില്ല. റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ആറാമത്തെ പോയിന്റ്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന കണ്ടീഷൻ ഇല്ല ബോണസ് ഷെയർസിൽ. റൈറ്റ് ഇഷ്യൂവിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഏഴാമത്തെ പോയിന്റ്, ബോണസ് ഇഷ്യൂ റിനൗൺസ് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ റൈറ്റ് ഇഷ്യൂവിൽ റിനൗൺസ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. Next, advantages of right issue. First, there is certainty of getting capital when the right shares are issued instead of issuing shares to the public. Second, control of the company can be retained by the existing shareholders. Third point, directors cannot misuse the opportunity of issuing new shares. Fifth point, the image and goodwill of the company is increased when the right issue is made. എന്തൊക്കെയായിരിക്കും റൈറ്റ് ഇഷ്യൂ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് നോക്കാം. റൈറ്റ് ഇഷ്യൂവിൽ നമുക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കും നമുക്ക് ക്യാപിറ്റൽ കിട്ടുമെന്ന്. പുറത്തുള്ള ഒരാളോട് കമ്പനിയുടെ ഷെയർ വാങ്ങാൻ പറയുന്നതിനേക്കാൾ ഈസിയാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനോട് പറയുമ്പോൾ. അവിടെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ഷെയർ ഹോൾഡേഴ്സ് കൂടുന്നില്ല, ആ കമ്പനിയുടെ കൺട്രോള് പുറത്തേക്ക് പോകുന്നില്ല. അതായത് ആ കമ്പനിയുടെ ഷെയർസൊക്കെ വാങ്ങുന്നത് അവിടെയുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. അപ്പോൾ പുതിയതായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് വരുന്നില്ല, അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കൺട്രോൾ പുറത്തേക്ക് പോകുന്നില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഇവിടെ കുറവാണ്. നാലാമത്തത് ഡയറക്ടേഴ്സിന് മിസ്യൂസ് ചെയ്യാൻ സാധിക്കില്ല, സാമ്പത്തിക ക്രമക്കേടുകൾ നടത്താൻ ഇതിലൂടെ സാധിക്കില്ല. അഞ്ചാമത്തെ പോയിന്റ്, കമ്പനിയുടെ ഇമേജും ഗുഡ്വില്ലും ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ ഓഫ് റൈറ്റ്. വാല്യൂ ഓഫ് റൈറ്റ് എങ്ങനെയാണ് കാണുകയെന്ന് നോക്കാം. വാല്യൂ ഓഫ് റൈറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്, അതായത് ഇൻക്ലൂഡിങ് ന്യൂ ഷെയർസ്, ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ന്യൂ ഇഷ്യൂ പ്രൈസ്. അപ്പോൾ വാല്യൂ ഓഫ് റൈറ്റ് കാണാനുള്ള ഇക്വേഷനാണ് നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അതിലെന്തുണ്ടാവും? ന്യൂ ഷെയർസ് ഉണ്ടാവും, ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ന്യൂ ഇഷ്യൂ പ്രൈസ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ, എ കമ്പനി ഓഫേഴ്സ് ടു ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ദി റൈറ്റ് ടു ബൈ 1 ഷെയർ ഓഫ് ₹100 ഈച്ച് at ₹150 per share for every 3 shares held. The market value of the share is ₹200. Calculate the value of right. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് എഴുതാം. അപ്പോൾ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് പറയുന്നത്? 1 ആണ്. പിന്നെ എന്ത് പറയുന്നുണ്ട്? എക്സിസ്റ്റിംഗ് ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 3 ഷെയർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ഷെയർസ് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു, പിന്നെ പുതിയതായിട്ട് ഒരു ഷെയർ ഇഷ്യൂ ചെയ്തു. അപ്പോൾ 4 ഷെയർസ് ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്.
റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓരോ 3 ഷെയർ വാങ്ങിയ ആൾക്കും ഓരോ 3 ഷെയർ കൈവശമുള്ള ഷെയർ ഹോൾഡറിനും ഒരു റൈറ്റ് ഷെയർസ് ബൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ റേഷ്യോ ഈക്വൽ ടു 1:3. ഇനി അടുത്തതായിട്ട് എന്താ ഉള്ളത് തന്നിട്ടുള്ളത്? മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ തന്നിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂവിൽ ഇപ്പോൾ ആ ഷെയറിന് 200 രൂപയാണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നുണ്ട്? ന്യൂ ഇഷ്യൂ പ്രൈസ് അതായത് 150 രൂപയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലൂടെ അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ വാല്യൂ ഓഫ് റൈറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ ഷെയർസ് 1 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 4 ആണ്, ഇൻറ്റു എത്രയാണ്? 200 മൈനസ് 150. അപ്പോൾ 1/4 ഇൻറ്റു 50. അപ്പോൾ 50/4 ചെയ്താൽ 12.5 ആയിരിക്കും നമുക്ക് വാല്യൂ ഓഫ് റൈറ്റ് എന്ന് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കമ്പനി ഓഫേഴ്സ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് the right to buy 2 shares at ₹11 per share for every 5 shares held. The market value of each share is ₹60. Compute the value of right. അപ്പോൾ ഇവിടെ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതുക. നമ്പർ ഓഫ് ന്യൂ ഷെയർസ് എന്ന് പറയുന്നത് 2 ആണ്, എക്സിസ്റ്റിംഗ് ഷെയർ എത്രയാണ്? 5 ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 2 + 5 7 ആണ്. റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? ഓരോ 5 ഷെയർ കൈവശമുള്ള ഷെയർ ഹോൾഡറിനും 2 റൈറ്റ് ഷെയർസ് ബൈ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളതാണ്. അപ്പോൾ റേഷ്യോ ഈക്വൽ ടു 2:5. മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. ന്യൂ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. അപ്പോൾ വാല്യൂ ഓഫ് റൈറ്റ് ഈക്വൽ ടു 2/7 ഇൻറ്റു 60 മൈനസ് 11. അപ്പോൾ 2/7 ഇൻറ്റു 49. അപ്പോൾ 98 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 14 ആയിരിക്കും വാല്യൂ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതോടുകൂടി കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ ചാപ്റ്ററും കംപ്ലീറ്റ് ആവുകയാണ്. ഇതോടുകൂടി കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരുവിധ എല്ലാ ചാപ്റ്ററുകളും കവർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ക്ലാസ്സുകളൊക്കെ കാണുക, നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക, പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക.